മമ്മൂട്ടിക്ക് 2024 നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ അർഹൻ 2024 അഭിനയത്തിന് തർക്കമില്ലാതെ പറയാൻ മമ്മൂട്ടിയാണ്. കാരണം ബ്രഹ്മയുഗത്തിലെ കൊടുവൻ പോറ്റി ഓസ്കാർ വേദി വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിഷ്പക്ഷമായിട്ട് ആര് ചിന്തിച്ചാലും അതിന് അവാർഡ് ഉറപ്പാണ്. കൊടുവൻ പോറ്റിക്കും ബ്രഹ്മയുഗത്തിനും അവാർഡ് ഉറപ്പാണ് മികച്ച നടന് കിട്ടാൻ. പക്ഷേ നമുക്കറിയാം അല്ലു അർജുനും ബാക്കിയുള്ള പല ഷാരൂഖ് ഖാനും പോലുള്ളവർക്ക് ഒട്ടും അർഹതപ്പെടാത്ത അവാർഡുകൾ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരമാണ് ഇവർക്കെല്ലാം കിട്ടിയേക്കുന്നത്. അതും അവർ നന്നായിട്ട് അഭിനയിച്ച സിനിമകൾക്കൊന്നും കിട്ടിയിട്ടില്ല. പക്ക മസാല കൊമേഴ്സ്യൽ പടങ്ങളിൽ ഒട്ടും അഭിനയിക്കാത്ത സിനിമകൾക്കാണ് ഇവർക്കെല്ലാം കിട്ടിയേക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ പത്മഭൂഷൺ സമയത്ത് മോദിയുടെ നിൽക്കുന്ന ഫോട്ടോ ഭയങ്കരമായിട്ട് വൈറലായി. കാരണം മമ്മൂട്ടിയുടെ കുടുംബം മൊത്തം മോദിയായിട്ട്, കാരണം അവിടെ ഒരു ജാതി മത രാഷ്ട്രീയം ഒന്നുമില്ലെന്ന് നമുക്ക് തോന്നുന്നു. കാരണം അത്രയും ജനങ്ങൾ കണ്ടു ആ ഫോട്ടോ, അത്രയും വൈറലായ ഫോട്ടോസ്. ഇന്നലെ എനിക്കൊന്ന് മമ്മൂട്ടി പത്മഭൂഷൺ മേടിച്ചതിനേക്കാട്ടിൽ കൂടുതൽ ആൾക്കാർ കണ്ടത് മോഡിയുടെ പേജിലുള്ള ആ ഫോട്ടോ ആയിരിക്കും. മമ്മൂട്ടിയുടെ ഫാമിലി മൊത്തം നിൽക്കുന്ന, മമ്മൂട്ടിയും ദുൽഖറും ഫാമിലി എല്ലാവരും നിൽക്കുന്ന, മോദി എല്ലാവരും നിൽക്കുന്ന ഫോട്ടോ അത്രയും വൈറലായി. വേറെ ഫോട്ടോ ഇടാനായിട്ട് മമ്മൂട്ടിയുടെയും ഫാമിലിയുടെയും ഫോട്ടോസ് ഇട്ടത്. ഒരുപക്ഷെ മോദിക്ക് ഇവരൊക്കെ എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരിക്കും ഈ അവാർഡ് കൊടുക്കാൻ സംശയമില്ല. മമ്മൂട്ടിക്ക് അർഹമായ അവാർഡെങ്കിലും കൊടുക്കാൻ സാധിച്ചാൽ കൃത്യമായിട്ട് ബ്രഹ്മയുഗത്തിന് 2024 അവാർഡ് കിട്ടും. കാരണം അത് ഒരു എല്ലായിടത്തും രാഷ്ട്രീയം, എല്ലാ ഗവൺമെന്റും രാഷ്ട്രീയമൊക്കെ നോക്കുന്നതാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ പോലും മമ്മൂട്ടിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം ഉണ്ട് എങ്കിൽ പോലും അദ്ദേഹം ആരെയും വിമർശിക്കുന്നില്ല, ആരെയും മോശമായിട്ട് പറയുന്നില്ല. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് 2024 അവാർഡ് ഒരു മോദിയുടെ പ്രസൻസ് കൊണ്ട് കിട്ടുമോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എന്തായാലും മമ്മൂട്ടി ഗംഭീര നടനാണ്, ചെയ്ത് വെച്ചേക്കുന്നത് ഗംഭീരമാണ്. പക്ഷേ ഒരു ഫാക്ടറോട് അവിടെ ചേർന്നാൽ ഉറപ്പിക്കാം മമ്മൂട്ടിക്ക് 2024 നാഷണൽ അവാർഡ്.